മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകിയത് പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചുവെന്ന് തുറന്ന് സമ്മതിച്ചിരിക്കുന്നു കെപിസിസി അധ്യക്ഷൻ സണ്ണി ജോസഫ്. വെളുത്ത പുക ഉടൻ ഉയരുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ സംബന്ധിച്ച ചർച്ചകൾ ഡൽഹിയിൽ തുടരുകയാണെന്ന് നിങ്ങളെപ്പോലെ ഞാനും മനസ്സിലാക്കുന്നു. ഇപ്പോൾ ഈ സമയത്ത് ചർച്ചകൾ സോണിയാജിയുടെ വസതിയിൽ ആരംഭിച്ചിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് വിളിച്ച നേതാക്കന്മാരൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട്, എത്തിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ കാർഗേജി ഇന്ന് വൈകുന്നേരമാണ് ഡൽഹിയിലെത്തുന്നത്. അപ്പോൾ അതിനുശേഷം തീരുമാനം ഉണ്ടാകാനാണ് സാധ്യത. അതെനിക്കൊന്നും പറയാൻ കഴിയില്ല, വെളുത്ത പുക പ്രതീക്ഷിക്കുകയാണ്. ഞാനതിന് പ്രത്യേക സമയം പറയുന്നില്ല. എത്രയും താമസം വിന ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. തുടങ്ങുന്നതൊക്കെ എങ്ങനെ? അതിപ്പോൾ നേതാവായിട്ട് നിശ്ചയിക്കപ്പെടുന്നയാള് ഗവർണറെ കണ്ടാണ് സത്യപ്രതിജ്ഞയുടെ സ്ഥലവും തീയതിയും സമയവും ഒക്കെ നിശ്ചയിക്കുന്നത്. അതതിൻ്റെ ഡ്യൂ പ്രോസസ്സ് നടക്കും. അതൊക്കെ അനുബന്ധമായിട്ട് വേഗത്തിൽ പൂർത്തീകരിക്കും. എല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കാൻ, പരിശോധിക്കാൻ, പരിഗണിക്കാൻ, ഉചിതമായ തീരുമാനമെടുക്കാൻ ഹൈക്കമാൻഡിന് കഴിയുമല്ലോ. BJP വിമർശിക്കുമ്പോൾ അവരെ ഡൽഹിയിലെ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാൻ എത്ര ദിവസം എടുത്തു എന്നും കൂടെ ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. അവർ പറയേണ്ടത് 50 ദിവസം എടുത്തു ഡൽഹിയിലെ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാൻ എന്നാണ്. ഏതായാലും അതിൻ്റെ പകുതി പോലും ദിവസം കോൺഗ്രസിന് എടുക്കേണ്ടി വരില്ല. വൈകലിനൊരു ചെറിയ മങ്ങലേറ്റിട്ടുണ്ട്. ദാറ്റ് ഐ ഡു അഡ്മിറ്റ്. വൈകിയതും ഇതുമായി ബന്ധപ്പെട്ട അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകും. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിൽ റോഷിപാൽ വിവരങ്ങളുമായി. റോഷിപാൽ, ഇപ്പോൾ കെപിസിസി അധ്യക്ഷന്റെ പ്രതികരണമാണ്. കാര്യങ്ങൾ വൈകിയത് പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചു എന്ന പ്രതികരണം അദ്ദേഹം തുറന്നു പറയുകയാണ്. അപ്പോൾ ഇനിയും വൈകില്ല എന്നതിന്റെ സൂചനയായി കൂടി ആ പ്രതികരണത്തെ കാണണമല്ലോ. അപ്പോൾ വെളുത്ത പുക ഉടൻ ഉയരും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സ്മൃതി, അങ്ങനെയാണ്. ഇന്ന് വൈകിട്ടോടെ തന്നെ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന സൂചനയാണ് കെപിസിസി അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ വാക്കുകൾ. അതിനപ്പുറത്തേക്ക് നേരത്തെ ഘടകകക്ഷി നേതാക്കളടക്കം ഈ പ്രഖ്യാപനം വൈകുന്നതിനുള്ള അസംതൃപ്തി പരസ്യമാക്കിയതാണ്. അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് കെപിസിസി അധ്യക്ഷനായ സണ്ണി ജോസഫ് അത് സ്ഥിരീകരിക്കുന്നത്. കാരണം വല്ലാതെ വൈകിപ്പോയി. കാരണം 4-ാം തീയതി ഏതാണ്ട് 10-11 മണിയാകുമ്പോഴേക്കും UDF കേരളം ഭരിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞതാണ്. ഇത്രയും ദിവസം കഴിഞ്ഞ് ഏതാണ്ട് ഒരാഴ്ച പിന്നിട്ടിട്ടും പാർലമെന്ററി പാർട്ടി ലീഡറെ തെരഞ്ഞെടുക്കാൻ കഴിയുന്നില്ല എന്നതാണ്. അതും 63 സീറ്റ് കോൺഗ്രസിന് മാത്രം ലഭിച്ചു. എന്നിട്ടും എന്തിനാണ് ഇങ്ങനെ ചർച്ചകൾ നീട്ടിക്കൊണ്ടുപോകുന്നത് എന്ന് പൊതുമധ്യത്തിൽ ചോദ്യമുയരുന്നു. മുസ്ലിം ലീഗിന്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറി ഒക്കെ ചോദിച്ചതുപോലെ നേതാക്കൾ അങ്ങനെ അടക്കം പറയുന്നുണ്ട്. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ്. എല്ലായിടത്തുനിന്നും ഉയരുന്ന ചോദ്യം ഇതാണ്: മുഖ്യമന്ത്രി ആരാണ്? ആ ചോദ്യത്തിനാണെങ്കിൽ നേതാക്കൾക്ക് കൃത്യമായ ഉത്തരം നൽകാൻ പോലും കഴിയുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ കൂടി ആ പ്രതികരണത്തെ വിലയിരുത്തേണ്ട ഒരു സത്യസന്ധമായ ഒരു പ്രതികരണമാണ് കെപിസിസി അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ ഭാഗത്തുണ്ടായത്. അതൊരു പ്രതിച്ഛായക്ക് മങ്ങലേൽപ്പിക്കുന്ന ഒരു നീക്കമായി പോയി. നേരത്തെ തന്നെ പ്രഖ്യാപിക്കേണ്ടത്. ഇനി ഏതായാലും വൈകില്ല. ഇന്ന് അതിന്റെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും ജനാധിപത്യ പാർട്ടി എന്ന നിലയിൽ അതിൽ വിശദമായ ചർച്ചകൾ നടക്കുന്നത് പതിവാണ്. ആ ചർച്ചകൾ എല്ലാ നേതാക്കളുമായി ചർച്ചകൾ നടക്കും. എല്ലാ അഭിപ്രായങ്ങളും ആരായും ഐക്യത്തോടെ ഒരു പാർലമെന്ററി പാർട്ടി ലീഡറെ, അത് നിയമസഭാ കക്ഷിയിലെ ഭൂരിപക്ഷം മാത്രമല്ല, മറ്റെല്ലാ ഘടകങ്ങളും പരിശോധിച്ച് ഒരു തുടർഭരണം ലക്ഷ്യമിട്ടുള്ള ഒരു മന്ത്രിസഭാ രൂപീകരണം എന്നതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ തീരുമാനം വൈകുന്നത്. നേരത്തെ ഉയർന്ന പ്രതിഷേധങ്ങൾ അത് കെട്ടടം കെട്ടേ എന്നൊരു നിലപാട് കൂടി കോൺഗ്രസ് ഹൈക്കമാൻഡ് സ്വീകരിച്ചു. അല്ലാതെ ഇങ്ങനെ കോൺഗ്രസ് പ്രവർത്തകർ വിഭാഗീയമായി വേർതിരിഞ്ഞു നിൽക്കുന്ന ഘട്ടത്തിൽ ഒരു പ്രഖ്യാപനം വന്നാൽ വീണ്ടും അത് തെരുവ് യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന ആശങ്കയൊക്കെയുണ്ട്. ഇനി ഏതായാലും എല്ലാം തണുത്തു. ഇനി മുതിർന്ന നേതാക്കളുടെ കൂടി അഭിപ്രായം ആരാഞ്ഞ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇന്ന് വൈകിട്ടോടെ തന്നെ പ്രഖ്യാപനം നടത്തും. അതുകൊണ്ടാണ് വെളുത്ത പുക ഏറെ വൈകാതെ ഉയരുമെന്ന് ആത്മവിശ്വാസത്തോടെ കെപിസിസി അധ്യക്ഷൻ പറഞ്ഞത്. സ്മൃതി.